നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഐഡിയ ആയിരുന്നു. പക്ഷെ ഒരു മോഷൻ സ്ക്രീൻ പ്ലേ തകർത്ത് കളഞ്ഞൊരു അവസ്ഥയായിട്ടാണ് എനിക്ക് വാ വാത്തിയർ എന്ന സിനിമ അനുഭവപ്പെട്ടത്. പടം തുടങ്ങിയത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരുന്നു. പക്ഷെ പതിയെ നമുക്ക് മനസ്സിലാവും ഒരു ഓൾട്ടർ ഈഗോ, ഓൾട്ടർനേറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ പരിപാടിയാണ് നമ്മൾ ഇനി കാണാൻ പോണേന്ന്. പക്ഷെ നമുക്ക് ഒരു രീതിയിലുള്ള ഒരു എക്സൈറ്റ്മെന്റോ ത്രില്ലോ പഞ്ചോ ഒരു ഇമോഷണൽ ഡെപ്തോ നമുക്ക് ഒരു രീതിയിലുള്ള ഇതിനകത്ത് ക്യാരക്ടേഴ്സിനോടോ സീൻസിനോടോ നമുക്ക് ഫീൽ ചെയ്യില്ല. കുറെ മാസ് എലമെന്റ്സ്, ട്വിസ്റ്റ്, അതേപോലെ ഇമോഷൻസ് ഒക്കെ സിനിമയിൽ കടന്നു പോകുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും തോന്നില്ല. അത്രയും വീക്കായ ഒരു റൈറ്റിംഗ്, ഒരു പഴകിയ കഥ പഴഞ്ചനായ രീതി തന്നെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര പുതുമ തോന്നും. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര എൻഗേജ് ആണ് പടം കാണാൻ. പക്ഷെ പതിയെ ആ ഒരു പുതുമ മാറി അത് ഭയങ്കര പഴഞ്ച രീതിയിൽ തന്നെ കഥ മുന്നോട്ട് പോയി തുടങ്ങും. പിന്നെ നമ്മൾക്ക് ഈ സിനിമ കണ്ടിരിക്കാനുള്ള ഏറ്റവും വലിയ റീസൺസ് ആണ് കാർത്തിയുടെ പെർഫോമൻസും ഈ സിനിമയുടെ ടെക്നിക്കൽ ക്വാളിറ്റി. ടെക്നിക്കലി ഈ പടം കിടിലനാണ്. നല്ല കളർ ഗ്രേഡിങ്, വിഷ്വൽസ്, അതേപോലെ മ്യൂസിക് ബൈ സന്തോഷ് നാരായണൻ കമന്റബിൾ ആയിരുന്നു. അതേപോലെ പ്രൊഡക്ഷൻ ഡിസൈൻ കിടിലനായിരുന്നു. കാർത്തിയും വാത്തിയാറായിട്ടും അതേപോലെ റോഗ് പോലീസ് ഓഫീസറായിട്ടും വളരെ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടേഴ്സ് ഇതിനകത്ത് കാർത്തിയുടെ കയ്യിൽ ഭയങ്കര സേഫ് ആയിരുന്നു. ഇതൊക്കെയായിരുന്നു സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആയിട്ട് തോന്നിയത്. ആ ഒരു ക്യാരക്ടർ ആണെങ്കിൽ പോലും നമുക്ക് സിനിമയെ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. പക്ഷെ ആ ഒരു പൊട്ടൻഷ്യൽ ഡയറക്ടർ വേസ്റ്റ് ആക്കി കളഞ്ഞു. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ആവറേജ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് അതിലും ബിലോ ആവറേജ് ആയിട്ടാണ് തോന്നിയത്. എന്താണെന്നറിയില്ല, ഡയറക്ടറിന് ഐഡിയ ഉണ്ടായി, പക്ഷെ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാതെ ചെയ്ത പോലെ ഒരു അവസ്ഥയാണ് എനിക്ക് പടത്തിൽ തോന്നിയത്.